ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് നിതിൻ എന്ന വിദ്യാർത്ഥിയുടേത്. നമ്മളെ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു അധ്യാപകനോ അധ്യാപികയോ എന്തെല്ലോ പറയുന്നു. അത് നമ്മുടെ ഉള്ളിലേക്ക് അത്ര എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ നമ്മളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവർ പറയുന്ന ഓരോ വാക്കുകളും നമ്മളെ എത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഉദാഹരണത്തിന് എൻ്റെ ലൈഫിൽ നടന്ന ഒരു കഥ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ പഠിച്ച സ്കൂള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികമായിട്ട് ആൺപിള്ളേരോട് മിണ്ടാൻ പാടില്ല, അപ്പുറത്തെ ക്ലാസ്സിലെ സീനിയേഴ്സിനോട് മിണ്ടാൻ പാടില്ല, എപ്പോഴും ഒരു ടീച്ചർ പുറത്തിറങ്ങി നിരീക്ഷണത്തിലുണ്ടാവും, നമ്മളെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ടാവും. അതുപോലെ ക്ലാസ്സിൽ നമ്മളെ നിരീക്ഷിക്കാനായിട്ട് ഒരു കുട്ടീനെ നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ അന്ന് പഠിച്ചത്. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രഷൊക്കെ ഉള്ള സമയമാണ്, ക്രഷ് അടിക്കുന്ന സമയമാണ്. അപ്പോൾ എന്നോട് ക്രഷ് ഉണ്ടായിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതെൻ്റെ ഒരു കൂടെ നടന്നിരുന്ന സുഹൃത്തിൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ അതുവഴിയാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഒരു ക്രഷ് ഉണ്ട് എന്നുള്ള സംഭവം. അവനോട് ഞാൻ സംസാരിച്ചു, വേണ്ട, അതൊന്നും നടക്കില്ല, താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ്. അതവിടെ ഞങ്ങൾ വിട്ട കേസാണ്. അത് കഴിഞ്ഞ് അന്ന് എന്നെയും എൻ്റെ ആ സുഹൃത്തിനെയും കൂടെ സ്റ്റാഫ് റൂമിൽ വിളിപ്പിക്കുകയുണ്ടായി. സുഹൃത്തിനെ മാറ്റി നിർത്തി ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ എന്തൊക്കെയോ പറയുന്നു. എന്നെ നടുക്ക് കൊണ്ട് നിർത്തി സ്റ്റാഫ് റൂമിൻ്റെ ഡോറ് അടച്ചു. എൻ്റെ ചുറ്റിനും എൻ്റെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് അവിടെ സ്റ്റാഫ് റൂമിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ഒരു കെമിസ്ട്രി സാർ ഉണ്ടായിരുന്നു. കെമിസ്ട്രി സാറും പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ ഫിസിക്സ് പഠിപ്പിച്ച മിസ്സുമായിരുന്നു. അപ്പോൾ ഈ കെമിസ്ട്രി സാറ് വന്നിട്ട് ചോദിച്ചു എന്നോട്, 10ൽ എത്രയായിരുന്നു മാർക്ക് എന്ന് ചോദിച്ചു. എനിക്കന്ന് ഫുൾ A+ ആയിരുന്നു. അത് വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് ഫുൾ A+ ആണെന്നുള്ളത് അവർക്കറിയാം. എന്നാലും നമ്മളുടെ കയ്യിൽ നിന്ന് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫുൾ A+ ആയിരുന്നു എന്ന്. ഫുൾ A+ കൊണ്ട് വന്നിട്ട് ഇവിടെ ഇതാണ് പരിപാടി എന്നും പറഞ്ഞ് കുറേയൊക്കെ ഞാൻ ബ്ലാങ്ക് ആയിരുന്നു കേട്ടോ. തലയിൽ ഒരു കീയായിരുന്നു. പക്ഷേ എൻ്റെ ഫിസിക്സ് ടീച്ചർ പറഞ്ഞത് എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു കാര്യമായിപ്പോയി. ടീച്ചർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട്, ഇതിന് വേണ്ടിയിട്ടാണോ സ്കൂളിൽ വരുന്നേ? നവമി എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ടും അവൻ നിൻ്റെ പുറകെ വരണം എന്നുണ്ടെങ്കിൽ നവമിക്ക് അവനോടൊരു ചെരിവുണ്ടായിട്ടില്ലേ അവൻ പിന്നെ പുറകെ വരുന്നത്? താൻ ആൾ ശരിയല്ലടോ. തൻ്റെ കൂട്ടാരും കൂടാൻ പാടില്ല, തൻ്റെ കൂട്ടുകെട്ടുകളൊന്നും ശരിയല്ല, താൻ എന്ത് ചെയ്താലും താൻ എവിടെയും ഗുണം പിടിക്കാൻ പോകില്ല, നന്നാവാൻ പോകില്ല. അങ്ങനൊരു 2-3 ഡയലോഗ് എന്നോട് പറഞ്ഞു. ശരിക്കും അത് കേട്ടപ്പോൾ എനിക്കാകെ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം എന്ത് തെറ്റ് ചെയ്തിട്ടാ ദൈവമേ ഞാൻ ഇതൊക്കെ കേൾക്കേണ്ട വന്നേ എന്ന ഒരു സാധനം ഉണ്ടല്ലോ. അന്ന് ആ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ആ മിസ്സിന് നോക്കേണ്ട കാര്യമില്ല. മിസ് ഇങ്ങനെ പലരോടും പലതും പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് മാത്രം അന്ന് അവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്ന്. ആ മിസ് എന്താ ചെയ്തതെന്നറിയോ? മിസ് എൻ്റെ പേരിൽ ഒരു പരാതി എഴുതി ആ ചെറുക്കനെതിരെ. എന്നിട്ട് അത് ഹെഡ് മാസ്റ്ററിൻ്റെ കൈ കൊണ്ട് കൊടുത്തു. ഈ സംഭവം ഞാൻ അറിയുന്നുണ്ടോ? ഞാൻ അറിയുന്നില്ല. എന്നിട്ട് ആ ചെക്കനെ വിളിപ്പിച്ചു. എന്നിട്ട് ചെക്കൻ്റെ ക്ലാസ് ടീച്ചർ വന്നു. ഇതെൻ്റെ ക്ലാസ് ടീച്ചറാണല്ലോ. എല്ലാവരും കൂടെ അന്ന് വൈകിട്ട് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഈ ചെക്കൻ്റെ വിചാരം എന്താ, ഞാൻ അവൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന്. ഇത്ര പ്രശ്നമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയത്. അത് മിസ്സുമാരുടെ അടുത്ത് പറഞ്ഞില്ല എന്നും പറഞ്ഞു എനിക്ക് അന്ന് ആ സ്റ്റാഫ് റൂമിൽ വെച്ച് ചീത്ത കേട്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് വരെ എഴുതി കൊടുത്ത് ആ ഒരു മൊത്തം ക്ലാസ്സിലെ പിള്ളേരുടെ ചീത്ത മൊത്തം എനിക്ക് എൻ്റെ മിസ്സ് മേടിച്ചു തന്നു. അതിലും കോമഡി ആയിരുന്നു എൻ്റെ കെമിസ്ട്രി സാറ് ക്ലാസ്സിൽ വന്നിട്ട് കുറച്ചു നേരം പഠിപ്പിക്കും, പിന്നെ കുറേ അങ്ങ് ഉപദേശമാണ്. നമ്മൾ പുസ്തകം തുറന്നു കഴിഞ്ഞാൽ അവൻ്റെ മുഖമായിരിക്കും പിന്നെ അങ്ങോട്ടുള്ളത്. തേങ്ങ, മാങ്ങ, ചക്ക. സത്യം പറയട്ടെ, എനിക്കന്ന് ആ പുസ്തകം തുറന്നു കഴിഞ്ഞാൽ ആ സാറിൻ്റെ വടി പിടിച്ചുള്ള നിപ്പാ വന്നുകൊണ്ടിരുന്നത്. ഒന്നും വേണ്ട, കഴിഞ്ഞ ദിവസം ഞാൻ സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റത് ഈ സാറിനെയാണ്. സാർ അറിയുന്നുണ്ടോ? സാറിന്
സാറിന് സ്വപ്നം കാണി ഇത്രയും വലിയൊരു ആരാധിക ഉണ്ടെന്നുള്ളത്. പിന്നീട് അങ്ങോട്ടേക്ക് എന്നും ക്ലാസ്സിൽ അവർ പഠിപ്പിക്കാൻ വരുന്നു, നമ്മൾ ഒരുമാതിരി കുത്തുന്ന പോലെ സംസാരിക്കുന്നു. കുത്തും, നല്ല രീതിക്ക് കുത്തും. അങ്ങനെ അങ്ങനെ എനിക്ക് പഠിക്കാനുള്ള ഒരു മൂഡേ ഉണ്ടായിരുന്നില്ല. ഒരു തവണ കെമിസ്ട്രിക്ക് ജസ്റ്റ് പാസ്സായിരുന്നു എനിക്ക്. അന്നും ഇതേപോലെ തന്നെ എൻ്റെ ക്ലാസ്സിലെ എല്ലാ പിള്ളേരെ മുമ്പിൽ വെച്ചു എന്നെ എണീപ്പിച്ച് നിർത്തി. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തായിരിക്കും ആ ചോദ്യം? 10ൽ എത്രയായിരുന്നു മാർക്ക്? ഒരു നേരം അല്ല, പലപ്പോഴായിട്ടും എന്തിനാ ദൈവമേ 10ൽ ഞാൻ ഫുൾ A+ മേടിച്ചെന്ന് ഓർത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആ ഫൈനൽ ലാബ് എക്സാമിന്റെ സമയത്തും സാറിന്റെ വക ഒരു പ്രകടനം ഉണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാനൊരു പുസ്തകം വലിച്ചു കീറിയിട്ടുണ്ടെങ്കിൽ അത് കെമിസ്ട്രി പുസ്തക. ഇപ്പൊ പറയുമ്പോ നല്ല തമാശയായിട്ട് പറയുന്നുണ്ടെങ്കിലും അന്ന് എനിക്ക് ഫുള്ള് കരച്ചിലും ബഹളവും. വീട്ടിൽ പോയി കഴിഞ്ഞ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഞാനെന്തോ വലിയ തെറ്റെന്തോ ചെയ്ത പോലെ. അറിയില്ല, എല്ലാ ടീച്ചർമാരും എന്നെ അങ്ങനെയാ നോക്കിക്കൊണ്ടിരുന്നേ, കുറെ കൂട്ടുകാരെന്നെ അങ്ങനെയാ നോക്കിക്കൊണ്ടിരുന്നേ. ആരോട് സംസാരിക്കാൻ തോന്നൂല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. പിന്നെ പാസ് ഔട്ട് ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു വലിയ സത്യം മനസ്സിലാക്കിയത്. എൻ്റെ കൂടെ നടന്നിരുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി എൻ്റെ കൂടെ ഇരുന്ന ആ കുട്ടിയാണ് ഈ പറയുന്ന മിസ്സിൻ്റെ അടുത്ത് പോയി പറഞ്ഞേ എനിക്ക് ആ ചെക്കനെ ഇഷ്ടമാന്നുള്ള കാര്യം, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം. അങ്ങനെ എൻ്റെ കൂടെ നടന്ന കുട്ടി ചതിച്ചതാണ് ഞാൻ ഇത്ര അനുഭവിച്ചതിൻ്റെ കാര്യം. പിന്നെ അത് മാത്രമല്ല കേട്ടോ നടന്നേ, ഇത് പറയാൻ വിട്ടുപോയി. ഈ കുട്ടി തന്നെ എന്നോട് പറയണ്ടായി, ഈ കുട്ടി വേറൊരു കുട്ടി ഉണ്ടായി, ഞങ്ങൾ 3 പേരായിരുന്നു ഒരു ബെഞ്ചിൽ. ഇവരെ 2 പേരുടെയും വീട്ടിലേക്ക് എൻ്റെ ഈ ഫിസിക്സ് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, നവമിയുടെ കൂട്ടുകൂടാൻ കൊള്ളത്തില്ല, പിള്ളേരുടെ കൂട്ടുകെട്ട് മാറ്റിക്കൊള്ളണം, പിള്ളേരെ ഒന്ന് ഉപദേശിക്കണം എന്ന്. സത്യമാണോന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ അറിയണ്ടായി. പിന്നെ എനിക്ക് ഒരു വാശിയായി. എൻ്റെ കൂട്ടുകൂടാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞതും ഞാൻ എവിടെ എത്തില്ല എന്ന് പറഞ്ഞതും എവിടെയെങ്കിലും എത്തിച്ച് കാണിച്ചു കൊടുക്കണ്ടേ. 2 ടൈപ്പ് ആൾക്കാരുണ്ട്, വേണമെങ്കിൽ ഇതിലങ്ങ് തളർന്നു പോവാ. പക്ഷെ എനിക്ക് അന്ന് തളരാൻ ഒരു മനസ്സുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലൊക്കെ എത്തിയിട്ട് ഇവരൊന്ന് വന്ന് കാണണം, 2 പറയണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അങ്ങനെയൊക്കെ നടന്നാൽ നന്നായില്ലേ. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയി നല്ല ജോലിയൊക്കെ മേടിച്ച് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നേ. ആ ജോലി കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ പോയായിരുന്നു ലഡുവൊക്കെ കൊണ്ട്. അന്ന് പക്ഷേ എൻ്റെ ഫിസിക്സ് മിസ്സിനെ കാണാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ എൻ്റെ കെമിസ്ട്രി സാറിനെ ഞാൻ നല്ല വൃത്തിക്ക് കണ്ടു. ഇല്ല, എനിക്ക് പേഴ്സണലി 2 പേരെ എനിക്ക് ഇഷ്ടമാണ്. അന്ന് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നെങ്കിലും അവർ കാരണമല്ലേ എനിക്കിങ്ങനെ ഒരു രീതിയിലെത്താൻ പറ്റിയത്. എനിക്കെല്ലാവരോടും പറയാനുള്ളതും ഇത് തന്നെയാണ്. പലരും ഉണ്ടാവും, നാട്ടുകാരുണ്ടാവും, കുടുംബക്കാരുണ്ടാവും, കൂടപ്പിറപ്പുകളുണ്ടാവും, ഫ്രണ്ട്സും ഉണ്ടാകും. എല്ലാവരും നമ്മുടെ നേരെ കല്ലെറിയാനായിട്ട് വരും. മറ്റേ ആരോ പറഞ്ഞ പോലെ എറിയുന്ന കല്ലൊക്കെ എടുത്ത് ഒരു മണിമാളിക അങ്ങ് തീർത്തേക്കുക. അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. ഒരു ശത്രുക്കൾക്കോ അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാർക്കോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് നമ്മുടെ സക്സസ്സാ. അന്ന് ഞാൻ അവിടെ പതറിപ്പോയിരുന്നെങ്കിൽ ഇന്നത്തെ പോലെ എനിക്ക് പറ്റില്ലായിരുന്നു. സോ എന്തു വന്നാലും നമ്മൾ ഇച്ചിരി വാശിയായിട്ട് എടുത്ത് ഇങ്ങനെ സക്സസ് ആയി കാണിച്ചു കൊടുക്കുക. ഇത് തന്നെയാണ് എനിക്ക് എല്ലാ കുട്ടികളോടും പറയാനുള്ളത്. പലരും ഉണ്ടാവും, പലരും ചിലപ്പോൾ നമ്മളെ കേൾക്കാൻ നമ്മുടെ പേരൻസ് പോലും ഉണ്ടായിരുന്നു വരില്ല. കാരണം എന്നെ കേൾക്കാൻ വലിയ കാര്യമായിട്ട് പേരൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ അങ്ങ് പോവും, ലൈഫല്ലേ. ഇനി എനിക്ക് കുട്ടികളുടെ പേരൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ പോലും അറിയാണ്ട് കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവരുടെ സപ്പോർട്ടൊക്കെ കുട്ടികൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് വേണം. സോ എത്ര തിരക്കുള്ള ജോലിയാണെങ്കിലും എന്താണെങ്കിലും കുട്ടിയെ കേൾക്കുക, കുട്ടിക്ക് പറയാനുള്ള എന്താണെന്നുള്ളതും
കുട്ടിയുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്നുള്ളതും അവർ പറയാൻ വരുമ്പോൾ തിരക്കായി പോകരുത്. അത് പിന്നെ ലൈഫിൽ ഭയങ്കര നഷ്ടബോധം തോന്നും. അന്ന് അവളെ കേൾക്കാമായിരുന്നു അല്ലെങ്കിൽ അവനെ കേൾക്കാമായിരുന്നു എന്നുള്ള സാധനം. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ബൈ.